എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ധ്യാന വിഷയം ശലോമോൻ്റെ പ്രാർത്ഥന എന്നുള്ളതാണ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ദൈവം നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, പ്രാർത്ഥന എന്നുള്ളത് ആത്മീക ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. ഒരു ദൈവമനുഷ്യൻ അവനെ ആത്മീകമായി ദൈവവുമായി ബന്ധപ്പെടുത്തി നിർത്തുന്നത് അയാളുടെ പ്രാർത്ഥനയായിരിക്കും. നമുക്കറിയാം, യേശു കർത്താവ് തൻ്റെ ഭൂമിയിലെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും പ്രത്യേകം രാത്രികാലങ്ങളിൽ നിർജ്ജന പ്രദേശങ്ങളിലേക്ക് വാങ്ങിപ്പോയി അവൻ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നുള്ള പല വചനങ്ങൾ, സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഒരു വ്യക്തിയുടെ ആത്മീക ജീവിതത്തിൽ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രാർത്ഥന എത്ര ഇമ്പോർട്ടൻ്റായ കാര്യമാണെന്ന് നമുക്കതിൽ കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ നമുക്ക് കാണുവാൻ പറ്റും. ഒപ്പം തന്നെ ബൈബിളിലെ അനേക പ്രാർത്ഥനാ വീരന്മാരെ ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പ്രാർത്ഥനകൾ പല നിലകളിലുണ്ട്. പ്രാർത്ഥന ജഡത്തിൽ അല്ലെങ്കിൽ ബുദ്ധിയിൽ പ്രാർത്ഥിക്കാൻ പറ്റും. ഒപ്പം തന്നെ ആത്മാവിലും പ്രാർത്ഥിക്കുവാൻ കഴിയും. ഞാൻ പറയുന്ന പ്രാർത്ഥന നമ്മൾ പള്ളികളിൽ പോയിരുന്നുള്ള പ്രാർത്ഥനയോ അല്ലെങ്കിൽ ഭവന പ്രാർത്ഥനകളോ അല്ല, ഒരാളുടെ പേഴ്സണൽ പ്രയറിനെ കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. നീയോ പ്രാർത്ഥിക്കാൻ അറയിൽ കടന്ന് വാതിലടച്ച് നിന്റെ രഹസ്യത്തിലുള്ള പിതാവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. പേഴ്സണൽ പ്രയർ ഉള്ളവന്, പേഴ്സണൽ പ്രയർ ഉള്ള വ്യക്തിക്ക് ആ വ്യക്തിയെ തൊടുവാൻ ആർക്കും, ആ വ്യക്തിയെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ലെന്നുള്ളതൊരു വലിയ സത്യമാണ്. 10 മിനിറ്റത്തെ പ്രാർത്ഥനയല്ല, മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. എന്തു തന്നെയാണേലും പ്രാർത്ഥിക്കുന്നതിനൊരു കാരണം അല്ലെങ്കിൽ ഒരു റീസൺ അതിൻ്റെ പിന്നിൽ എപ്പോഴും ഉണ്ടാകും. നമ്മളൊക്കെയും പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങളുടെ വിടുതലിന് വേണ്ടിയായിരിക്കും നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുന്നത്. എന്നാൽ ഒന്ന് ചിന്തിച്ച്, നമ്മൾ പ്രാർത്ഥിച്ച വിഷയത്തിന് മാത്രമല്ല മറുപടി, നമ്മൾ ചോദിക്കാത്ത വിഷയങ്ങൾക്ക് കൂടി മറുപടി ലഭിക്കുകയാണെങ്കിൽ അത് എത്രത്തോളം സന്തോഷകരമായിരിക്കും. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കാൻ വല്ല സാധ്യതയുമുണ്ടോ? പലർക്കും വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളുണ്ട്, അതിന് പോലും ഉത്തരം ലഭിച്ചില്ല. അപ്പോഴാണ് പ്രാർത്ഥിക്കുന്നതിനുള്ള മറുപടി മാത്രമല്ല, അതിലും അധികമായി തരുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ഇത് ബൈബിൾ വ്യക്തമായിട്ട് ഈ ഒരു ഭാഗത്തിലൂടെ സംസാരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്കൊരു റൂട്ടുണ്ട്, അതിനൊരു രീതിയുണ്ട്. അത് ഇന്നത് മാത്രമാണെന്ന് നമുക്ക് പറയുവാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില ദൈവഭക്തന്മാരുടെ ജീവിതത്തിലെ പ്രാർത്ഥനകളെ പ്രത്യേകമായി എടുത്ത് പഠിച്ചാൽ നമുക്ക് ആ പ്രാർത്ഥനയുടെ റൂട്ട്, രീതികൾ നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റും. ഇവിടെ ശലോമോൻ രാജാവായി ദൈവസന്നിധിയിൽ ചെന്ന് യാഗം കഴിച്ച് കർത്താവ് ശലോമോന് പ്രത്യക്ഷനായി നിനക്ക് വേണ്ട വരം ചോദിച്ചു കൊള്ളുവാൻ പറയുമ്പോൾ ശലോമോൻ ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തുന്നു. അതിൻ്റെ 7-ാം വാക്യം മുതൽ, എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്കറിവില്ല എന്ന് പറഞ്ഞ് മറുപടി അല്ലെങ്കിൽ തൻ്റെ പ്രാർത്ഥനാ രീതിയിൽ ശലോമോൻ ദൈവത്തോട് സംസാരിക്കുക. അതിൻ്റെ 8-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുകയാണെങ്കിൽ, നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കുമില്ലാത്തതുമായ വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിൻ്റെ മധ്യേ അടിയനിരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണമേ. ഇതാണ് ശലോമോൻ്റെ പ്രാർത്ഥനാ വിഷയം. ഇവിടെ ശ്രദ്ധിച്ചോണം, നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ. ശലോമോൻ രാജാവാണ്. എൻ്റെ ജനമെന്നല്ല ശലോമോൻ്റെ പ്രാർത്ഥന, നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാനുള്ള വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരണം.
അതില്ലാതെ എനിക്ക് ഈ സ്ഥാനത്ത് പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ലെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മളതിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ശലോമോൻ ഈ കാര്യം ചോദിച്ചത് കർത്താവിന് പ്രസാദമായി. ശ്രദ്ധിച്ച്, ഒരു പ്രാർത്ഥനയിൽ ദൈവം പ്രസാദിക്കുക. ശലോമോൻ ചോദിച്ച് ഈ കാര്യം കേട്ടപ്പോൾ ദൈവത്തിന് അത്യന്തം സന്തോഷമായി. അപ്പം എനിക്കുള്ളൊരു ചോദ്യം, നമ്മുടെ പ്രാർത്ഥനകൾ ഇങ്ങനെയാണോ? ദൈവത്തിന് സന്തോഷം കൊടുക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് പ്രസാദമാകുന്ന നിലയിലാണോ നമ്മുടെ പ്രാർത്ഥനകൾ മുന്നോട്ട് പോകുന്നത്? പല സമയങ്ങളിലും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം. ഇവിടെ ശ്രദ്ധിച്ചേ, ശലോമോൻ ദൈവത്തിന് വേണ്ടിയാണ് നിൽക്കുന്നത് ഇവിടെ. അതായത് കർത്താവിൻ്റെ ഇഷ്ടമാണ് തൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു രാജാവ് ഇസ്രായേലിൽ വരിക എന്നുള്ളത്. ശലോമോൻ അത് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. ദൈവ ഇഷ്ടപ്രകാരം ഭരിക്കേണ്ടതിന് വേണ്ടിയുള്ള ജ്ഞാനം. കാരണം ദൈവമാണ് ജ്ഞാനം കൊടുക്കേണ്ടത്. അപ്പം ദൈവ ഇഷ്ടപ്രകാരം എനിക്കത് ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ് ശലോമോൻ. ഇത് ദൈവത്തിന് ഭയങ്കരമായി ഇഷ്ടമായി. നിങ്ങളതിൻ്റെ 11-ാം വാക്യം വായിച്ചാൽ ഇങ്ങനെ കാണാം, ദൈവം അവനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിലുള്ള വിവേകമെന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ദൈവം ശലോമോനോട് പറയുകയാണ്, ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകവുമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല. പ്രാർത്ഥിച്ച കാര്യത്തിൻ്റെ മറുപടി അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, ദൈവത്തിൻ്റെ ഹൃദയം കണ്ടുകൊണ്ടൊരുവൻ പ്രാർത്ഥിച്ചപ്പോൾ അതിൻ്റെ മറുപടി അപ്പോൾ തന്നെ ദൈവം കൊടുക്കുകയാണ്. ജ്ഞാനവും വിവേകവുമുള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഇനി ഉണ്ടാകാത്ത നിലയിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു എന്ന് ദൈവം പറയാം. അതിൻ്റെ 13-ാം വാക്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിനു പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിന്റെ ആയുഷ്കാലത്തൊക്കെയും രാജാക്കന്മാരിൽ ഒരുത്തനും നിനക്ക് സമനാകുകയില്ല. നിന്റെ അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എൻ്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എൻ്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക് ദീർഘായുസ്സും തരും. ശ്രദ്ധിക്കണം, ഇവിടെ കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ 11-ാം വാക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്തത്, നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രുസംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ. ഇതൊന്നും ശലോമോൻ ചോദിച്ചില്ല. തൻ്റെ പേഴ്സണലായുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ശലോമോൻ രാജാവ് അപേക്ഷിച്ചില്ല. ഒരു രാജാവ് ചോദിക്കേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ദീർഘായുസ്, സമ്പത്ത്, ശത്രുസംഹാരം തുടങ്ങിയ കാര്യങ്ങൾ. പക്ഷെ ശലോമോൻ രാജാവ് ഇതൊന്നും ദൈവത്തോട് ചോദിച്ചില്ല. വിവേകമുള്ളൊരു ഹൃദയം മാത്രം ചോദിച്ചു. പക്ഷെ ദൈവം ജ്ഞാനവും വിവേകവുമുള്ളൊരു ഹൃദയം നൽകി. കൂടാതെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്ത്, മഹത്വം, അതുകൂടാതെ ദീർഘായുസ്സും കൂടെ ദൈവം അറിഞ്ഞ് ശലോമോന് നൽകി. ദൈവജനമേ, നമ്മൾ ഈ ഭാഗം ചിന്തിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ ഏത് നിലയിലുള്ളതാണ്? കർത്താവ് തൻ്റെ പ്രാർത്ഥന ദൈവത്തോട് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ദൈവത്തിൻ്റെ ഇഷ്ടം ഭൂമിയിലാകേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറഞ്ഞത്. നമ്മുടെ പ്രാർത്ഥനകൾ ഏത് നിലയിലുള്ളതാണ്? ഇന്നു മുതൽ നമ്മുടെ പ്രാർത്ഥനയിൽ ഒരു മാറ്റം വരുത്തിയാലോ? ദൈവത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് പ്രാർത്ഥിക്കാൻ എത്ര പേര് തയ്യാറാകുന്നു? ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ തുടങ്ങിയാൽ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലെങ്കിലും
അതിനെ ഞാൻ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്തു തരുന്ന എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇന്ന് ഈ വചനം, ഈ ധ്യാനം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയിൽ വളരട്ടെ. മണിക്കൂറുകൾ ദൈവസന്നിധിയിലിരുന്ന് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിൻ്റെ വിസ്താരത്തിന് വേണ്ടി നമുക്ക് ഇന്നു മുതൽ ശക്തമായിരുന്ന് പ്രാർത്ഥിക്കാം. ഈ വചനം എല്ലാവർക്കും അനുഗ്രഹമായി തീർന്നുവെന്ന് വിശ്വസിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.